ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ധ്യാനചിന്ത 4-ാമത്തേതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 42-ാം തിരുവചനം ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്. ഗുരു, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. ഇതാരുടെ പ്രാർത്ഥനയും ഇതാരുടെ അപേക്ഷയുമാണ്? വലതുഭാഗത്തായിരുന്ന കള്ളൻ്റെ അപേക്ഷ. നീ ജീവിതത്തിൽ എത്ര നിരാശ അനുഭവിക്കുന്ന വ്യക്തിയായാലും എൻ്റെ സാന്നിധ്യത്തിൽ നീ ആശ്രയിക്കുകയാണെങ്കിൽ നീ ഒരിക്കലും നിരാശനാകേണ്ടി വരികയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം ആശ്രയവും അഭയസ്ഥാനവുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ആത്മീയ യാത്ര തുടരുമ്പോൾ ഈ നല്ല കള്ളൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഈ നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാം. ഒറ്റപ്പെട്ടവൻ്റെ മനോഭാവം, എല്ലായിടത്തു നിന്നും തിരസ്കരിക്കപ്പെട്ടവൻ്റെ മനോഭാവം, ദുഃഖത്തിൻ്റെ ആഴക്കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടവനാണ് ഈ കള്ളൻ. കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് കള്ളൻ എന്ന് മുദ്ര കുത്തിയ വ്യക്തി ജീവിതത്തിൻ്റെ അവസാനത്തെ കച്ചിത്തിരുമ്പുന്നോണം അവൻ ഗുരുവിൽ ആശ്രയിക്കുകയാണ് ചെയ്തത്. നിൻ്റെ രാജ്യത്ത് നീ പ്രവേശിക്കുമ്പോൾ എന്നെയും കൂടെ നീ ഓർക്കണമേ എന്നുള്ള പ്രാർത്ഥന, അപേക്ഷ. പ്രിയപ്പെട്ടവരെ, ഈ നല്ല കള്ളൻ്റെ മനോഭാവം നമുക്ക് സ്വീകരിക്കാം. വിശുദ്ധ സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രക്തസ്രാവക്കാരിയായ സ്ത്രീ അനേക വർഷം ജീവിതഭാരം, നിരാശ പൂണ്ട ദുഃഖപൂർണമായ ജീവിതം നയിച്ചവൾ. അവൾ ഇഴഞ്ഞു ചെന്ന് അവൻ്റെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ടു സ്പർശന മാത്രയിൽ തന്നെ അവൾ സൗഖ്യമുള്ളവളായി മാറി. പ്രത്യാശയുടെ തീരത്തേക്ക് അവൾ അണഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, എത്ര തന്നെ ദുഃഖത്തിലും നിരാശയിലും ആണ്ടാലും ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിൻ്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ എൻ്റെ കുപ്പിയിൽ ശേഖരിച്ചു വച്ചിട്ടുണ്ട്. ജോബിൻ്റെ ജീവിത ചരിത്രം നമുക്കറിയാം. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടും അവസാന നിമിഷം വരെ ആ നിരാശയിൽ ആണ്ടുപോകാതെ ജീവിതത്തിൽ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചു. അല്ലയോ മനുഷ്യ, പോയി ചത്തുകൂടെ എന്ന സ്വന്തം ഭാര്യ തന്നെ അവനെ കുറ്റപ്പെടുത്തിയപ്പോഴും നിരാശയുടെ ആഴക്കടലിലേക്ക് അവനെ വലിച്ചെറിഞ്ഞപ്പോഴും അവൻ പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരിക്കലും നിരാശ, ജീവിതത്തിൽ ഒരിക്കലും തന്നെ നമുക്ക് പ്രത്യാശയോടെ ജീവിക്കുവാനുള്ള കരുത്ത് ദൈവമാണ് പ്രദാനം ചെയ്യുന്നത്. ആ പ്രത്യാശയോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനും കർത്താവാണ് ഏക ആശ്രയം, കർത്താവാണ് എൻ്റെ അഭയസ്ഥാനം എന്ന് മനസ്സിലാക്കി ഈ പുണ്യദിനങ്ങളെ നമുക്ക് സമീപിക്കാം. നല്ലൊരു ദിവസം നേരുന്നു. നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കുള്ള പ്രയാണം നമുക്ക് തുടരാം.